ഇന്ന് ഞാനൊരു റാപ്പിൻ്റെ റെസിപ്പിയാണ് ചെയ്യുന്നത്. ചിക്കൻ സിംഗർ റാപ്പിൻ്റെ റെസിപ്പിയാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരാണെങ്കിൽ ഈ കാണുന്ന റെഡ് സബ്സ്ക്രൈബ് ബട്ടണിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ തൊട്ടടുത്തൊരു കുഞ്ഞു ബെല്ലൈക്കൺ വരും. അതിലും കൂടി ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതുപോലെ ഓൾ എന്നൊരു ഓപ്ഷൻ ഉണ്ട്, അതിലും കൂടി ഒന്ന് പ്രസ് ചെയ്യണേ. അപ്പോൾ ആദ്യം നമുക്ക് ചിക്കൻ സിംഗർ തയ്യാറാക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 3 ചിക്കൻ്റെ ബ്രസ്റ്റ് പീസ് എടുത്തിട്ടുണ്ട്. ഇനി ഒട്ടും എല്ലില്ലാതെ നമുക്കിതൊന്ന് ഇതുപോലെ നീളത്തിൽ കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ഞാനിതുപോലെ എല്ലില്ലാതെ നീളത്തിൽ പീസാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മാരിനേറ്റ് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിതൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇതിലേക്ക് 1/2 ടീസ്പൂണ് വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂണ് സോയാ സോസ് ചേർത്ത് കൊടുക്കാം. പിന്നെ 1 ടീസ്പൂണ് കാശ്മീരി ചില്ലി പൗഡറാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. പിന്നെ എരിവിന് വേണ്ടിയിട്ട് വൈറ്റ് പെപ്പർ പൗഡർ 1/2 ടീസ്പൂൺ കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് 2 ടീസ്പൂണ് വിനാഗിരി ഒഴിച്ചു കൊടുക്കാം. ഇനി എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അടച്ച് വെച്ചിട്ട് ഒരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കാം. ഈ റാപ്പ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ബൗളിലേക്ക് 1 കപ്പ് മൈദ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് 1/2 കപ്പ് ഗോതമ്പ് പൊടിയും പിന്നെ പാകത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി പാകത്തിന് വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ ചപ്പാത്തി മാവൊക്കെ കുഴക്കുന്ന ആ ഒരു പരുവത്തിൽ തന്നെ കുഴച്ചെടുക്കാം. അപ്പോൾ നന്നായിട്ട് കുഴച്ചെടുക്കുക. വെള്ളം കുറേശ്ശെ ചേർത്ത് കൊടുത്തിട്ട് കുഴച്ചെടുത്താൽ മതി. വെള്ളം കൂടിക്കഴിഞ്ഞാൽ പിന്നെ നമുക്കിത് പരത്തിയെടുക്കാനും ബുദ്ധിമുട്ടാവും. അപ്പോൾ പാകത്തിന് വെള്ളം ഒഴിച്ചിട്ട് ഇതുപോലെ നന്നായിട്ട് നല്ല സോഫ്റ്റ് ആവുന്നത് വരെ കുഴച്ചെടുക്കണം. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂണ് ഓയിൽ കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് ഒന്നങ്ങ് കുഴച്ചെടുക്കാം. ഇനി അടച്ചു വെച്ചിട്ട് ഒരു 15 മിനിറ്റ് മാറ്റി വെക്കാം. ഇപ്പോൾ മാവ് കുഴച്ച് വെച്ചിട്ട് 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ചെറിയ ചെറിയ ഓരോ ബോളാക്കി എടുക്കാം. അപ്പോൾ എത്രയാണോ നിങ്ങൾക്ക് റാപ്പ് വലിപ്പം വേണ്ടത് അതിനനുസരിച്ച് ബോളാക്കി എടുക്കാം. നമ്മൾ ചപ്പാത്തിയൊക്കെ പരത്തുന്ന ആ ഒരു വലിപ്പത്തിൽ തന്നെയാണ് ഞാൻ എടുക്കുന്നത്. ഇനി പലകമ്മ കുറച്ച് മൈദ ഇട്ട് കൊടുത്ത ശേഷം നമുക്കിതൊന്ന് പരത്തിയെടുക്കണം. അപ്പോൾ ഇതുപോലെ നല്ല വലിപ്പത്തിൽ പരത്തിയെടുക്കാം. നല്ല കനം കുറച്ചിട്ട് വേണം പരത്തിയെടുക്കാൻ. അപ്പോൾ നല്ല നൈസായിട്ടാണ് ഞാനിപ്പോൾ പരത്തിയെടുത്തിട്ടുള്ളത്. ഇനി നമുക്കിത് ചൂടായിട്ടുള്ള പാനിലേക്ക് ഇട്ടിട്ട് ചപ്പാത്തിയൊക്കെ ചുടുന്നത് പോലെ തന്നെ ചുട്ടെടുക്കാം. അപ്പോൾ ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ബാക്കിയുള്ളതെല്ലാം നമുക്ക് ഇതുപോലെ തന്നെ ചുട്ടെടുക്കാം. ഇനി നമുക്ക് ചിക്കന് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടുള്ള പരിപാടികളൊക്കെ ചെയ്യാം. അപ്പോൾ ഞാനിവിടെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിലേക്കൊരു 1 ടേബിൾ സ്പൂണ് കോൺഫ്ലവർ ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് മിക്സ് ചെയ്തെടുക്കാം. നമുക്കിതിൽ ചിക്കന് മുക്കിയെടുക്കാനുള്ളതാണ്, എന്നിട്ട് കോട്ടിങ് ചെയ്തെടുക്കാനുള്ളതാണ്. അപ്പോൾ ഇതിന് പകരമായിട്ട് വേണമെങ്കിൽ മുട്ടയും ഉപയോഗിക്കാം. ഇനി ഞാൻ മറ്റൊരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിലേക്കൊരു 1 ടേബിൾ സ്പൂണ് കോൺഫ്ലവർ ഇട്ട് കൊടുക്കാം. പിന്നെ ഇതിലേക്കൊരു 2 ടേബിൾ സ്പൂണ് മൈദ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി 1 ടേബിൾ സ്പൂണ് 1-2 ടേബിൾ സ്പൂണ് അരിപ്പൊടി ചേർത്ത് കൊടുക്കാം. അരിപ്പൊടി ചേർത്ത് കൊടുക്കുമ്പോൾ നല്ല ക്രിസ്പി ആയിട്ടിരിക്കും. പിന്നെ ഇതിലേക്ക് 2 ടേബിൾ സ്പൂണ് ബ്രെഡ് ക്രംസും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം.
പിന്നെ ഒരു നുള്ളു ഉപ്പ് ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂണ് കാശ്മീരി ചില്ലി പൗഡറും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് 1/2 ടീസ്പൂണ് ചാറ്റ് മസാല കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്ത ശേഷം നമുക്ക് ചിക്കൻ്റെ പീസ് എടുത്ത് ഈ ഒരു കോൺഫ്ലവറിൻ്റെ മിശ്രിതത്തിൽ മുക്കിയെടുത്തിട്ട് ഈ ഒരു പൗഡറിൽ റോൾ ചെയ്തെടുക്കാം. അപ്പോൾ ഇതുപോലെ ഒരു പ്രാവശ്യം റോൾ ചെയ്ത് കൊടുത്ത ശേഷം പിന്നെ ഒരു പ്രാവശ്യം കൂടെ ഞാൻ കോൺഫ്ലവറിൻ്റെ മിശ്രിതത്തിൽ മുക്കിയെടുത്തതിന് ശേഷം പിന്നെ ഒന്നും കൂടെ ഈ പൊടിയിൽ റോൾ ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ചിക്കന് തിക്കായിട്ടുള്ള നല്ലൊരു കോട്ടിങ് കിട്ടും. ഇനി ബാക്കിയുള്ളതെല്ലാം നമുക്ക് ഇതുപോലെ തന്നെ റെഡിയാക്കി എടുക്കാം. ഇനി നല്ല ചൂടായ ഓയിലിലേക്ക് ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നല്ല ചൂടായ എണ്ണയിലേക്ക് ഇട്ട് കൊടുത്തിട്ട് പിന്നെ ഒരു മീഡിയം ഫ്ലെയിമിലാക്കിയിട്ട് ഫ്രൈ ചെയ്തെടുത്താൽ മതി. ഒരു സൈഡ് റെഡിയാവുന്ന സമയത്ത് ഇതുപോലെ ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ആദ്യം ഇട്ട് കൊടുത്ത ചിക്കനൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് കോരിയെടുക്കാം. ഇനി ബാക്കിയുള്ള ചിക്കനും കൂടി നമുക്കിതുപോലെ പൊരിച്ചെടുക്കണം. അപ്പോൾ നമ്മുടെ ചിക്കൻ സിങ്കർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് റാപ്പിലേക്ക് വേണ്ട ഫില്ലിങ് ഞാനിവിടെ എടുത്തിട്ടുള്ളത് ലെറ്റ്യൂസ് എടുത്തിട്ടുണ്ട്, പിന്നെ ഒരു ക്യാപ്സിക്കം എടുത്തിട്ടുണ്ട്, അതുപോലെ ഒരു തക്കാളിയും കൂടെ എടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചിക്കൻ്റെ കൂടെ എന്തൊക്കെയാണോ വേണ്ടത് അത് നിങ്ങൾക്ക് ഇഷ്ടത്തിനനുസരിച്ച് തീരുമാനിക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഇത്രയുള്ള ചേർക്കുന്നത് ലെറ്റ്യൂസും ക്യാപ്സിക്കവും പിന്നെ തക്കാളിയും കൂടെ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇതൊക്കെ ഇനി ഒന്ന് നീളത്തിൽ അരിഞ്ഞെടുക്കണം. ഇനി നമുക്ക് റാപ്പ് സെറ്റ് ചെയ്യാം. അപ്പോൾ ഞാനിവിടെ ചപ്പാത്തി എടുത്തിട്ടുണ്ട്. അതിലേക്ക് ആദ്യം മയോണൈസ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിൻ്റെ മുകളിൽ ടൊമാറ്റോ സോസ് ഒന്ന് സ്പ്രെഡ് ചെയ്യാം. അപ്പോൾ ഞാൻ ലെറ്റ്യൂസും ക്യാപ്സിക്കും തക്കാളിയൊക്കെ ഇതുപോലെ നീളത്തിൽ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. നമുക്ക് ആദ്യം ലെറ്റ്യൂസ് ഇതുപോലെ വെച്ച് കൊടുക്കാം. പിന്നെ നീളത്തിൽ അരിഞ്ഞിട്ടുള്ള ക്യാപ്സിക്കം വെച്ച് കൊടുക്കാം. പിന്നെ ഒരു 2-3 പീസ് തക്കാളിയും കൂടെ വെച്ച് കൊടുക്കാം. അതിൻ്റെ മുകളിൽ നമ്മുടെ ചിക്കൻ്റെ പീസ് വെച്ച് കൊടുക്കാം. നീളത്തിൽ ഇതുപോലെ വെച്ച് കൊടുക്കുക. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് വേണമെങ്കിൽ കുറച്ച് മയോണൈസും ടൊമാറ്റോ സോസും കൂടെ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഇതുപോലെ നല്ല ടൈറ്റായിട്ട് റോൾ ചെയ്തെടുക്കണം. അപ്പോൾ നമ്മുടെ ചിക്കൻ സിങ്കർ റാപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക. പിന്നെ എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്യണേ. അപ്പോൾ ഇനി മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.